Hello everyone. Look at this question. A vector A bar makes an angle of 20 degree and B bar makes an angle of 110 degree with the x-axis. The magnitude of these vectors are 3 meter and 4 meter respectively. Find the resultant. അതായത് നിങ്ങൾക്ക് 20 ഡിഗ്രിയിൽ എ ബാർ ഉണ്ട് 110 ഡിഗ്രിയിൽ ബി ബാർ ഉണ്ട് അതാണ് ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് എന്താണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എ ബാറിന് വരയ്ക്കാം. ഓക്കെ, എ ബാറിന്റെ ആംഗിൾ തന്നിട്ടുണ്ട് 20 ഡിഗ്രി ആണ് ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് 3 മീറ്റർ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എ ബാർ. ഇനി ബി ബാറിന്റെ കേസോ, ബി ബാർ പറഞ്ഞിട്ടുണ്ട് 4 മീറ്റർ ആണ് 110 ഡിഗ്രി ആണ്. 110 പറയുമ്പോൾ 90 കഴിഞ്ഞ് വീണ്ടും 10 ഡിഗ്രി ഇങ്ങോട്ട് വരില്ലേ. ഓക്കെ, ഇങ്ങനെ വരുമല്ലേ ബി ബാർ. ഇതാണ് ബി ബാർ. മാഗ്നിറ്റ്യൂഡ് 4 മീറ്റർ ആണ്, ആംഗിൾ 110 ഡിഗ്രി ആണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും റിസൾട്ടന്റ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, റിസൾട്ടന്റ് കാണാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ബി ബാറിനെ പിടിച്ചിട്ട് എ ബാറിൽ കൊണ്ടുവെക്കണ്ടേ. ബി ബാറിന് ടെയിൽ എടുത്തിട്ട് എ ബാറിന് ഹെഡിൽ കൊണ്ടുവച്ച് നോക്കാം. ഇങ്ങനെ വരും അല്ലേ, 4 മീറ്റർ ബി ബാർ. അപ്പോൾ റിസൾട്ടന്റ് എന്തായിരിക്കും? റിസൾട്ടന്റ് വിൽ ബി ഫ്രം ഹിയർ ടു ഹിയർ അല്ലേ. ഇതാണ് എ ബാർ പ്ലസ് ബി ബാർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ റിസൾട്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കും? അതിനാദ്യം നമുക്ക് കോമ്പോണന്റ് ആക്കിയാലോ, രണ്ട് വെക്ടേഴ്സിന് ആദ്യം നമുക്ക് കോമ്പോണന്റ് ആക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു ആക്സിസ് വരയ്ക്കുന്നു. ഇതാണ് കോമ്പോണന്റ് ആക്കിയുള്ള എളുപ്പം, കണ്ടില്ലേ നിങ്ങൾക്ക്? കോമ്പോണന്റ് ആക്കി പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടെത്താം. ആദ്യം എ ബാറിനെ നമുക്ക് കോമ്പോണന്റ് ആക്കി മാറ്റാം. ഓക്കെ, എ ബാറിനെ വരയ്ക്കുകയാണ്. എ ബാറിന് ഒരു കോമ്പോണന്റ് എക്സിൽ ഉണ്ടാവും. ഇത് എ എക്സ് ബാർ, ഇത് എ വൈ ബാർ. ഇത്ര ഈ തീറ്റ 20 അല്ലേ. അപ്പോൾ എ എക്സ് എത്രയായിരിക്കും മാഗ്നിറ്റ്യൂഡ്? അതിന്റെ എക്സ് ബാറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? 3. എന്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണ്, 3 മീറ്റർ ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പോണന്റ് 3 cos theta അല്ലേ, 3 cos 20 ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് 3 sin 20. ഇത് എവിടുന്ന് ഓർമ്മയില്ലേ? കാരണം നമുക്കറിയാം ഒരു എ ബാർ എന്നുള്ള വെക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഉണ്ടാവും, വെർട്ടിക്കൽ കോമ്പോണന്റ് ഉണ്ടാവും. ഹൊറിസോണ്ടൽ കോമ്പോണന്റ് ഇസ് ഗിവൺ ബൈ എന്താണ്? മോഡ് എ കോസ് തീറ്റ, where theta is the angle between the vector and horizontal, and the vertical component is given by mod a sin theta. മോഡ് എ എന്ന് പറഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ദ ഒറിജിനൽ വെക്ടർ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം നമുക്ക്. അപ്പോൾ എ ബാറിന്റെ രണ്ട് കോമ്പോണന്റ് നമുക്ക് കിട്ടി. ഇനി ബി ബാറിന്റെ നോക്കാം. ബി ബാർ ഇങ്ങനെയല്ല പോകുന്നത്, 4 മീറ്റർ ആണ് ബി ബാറിന്റെ ലെങ്ത്, ബി ബാർ. ഓക്കെ, അപ്പോൾ ബി ബാറിന്റെ കോമ്പോണന്റ് ഉറപ്പായിട്ട് ഇടത്തോട്ടേക്കല്ലേ വരിക. അത് എത്ര വരിക? 4 cos 110 അല്ലേ. കാരണം അറിയാം തീറ്റത്തെ 110 അല്ലേ. അപ്പോൾ 4 cos 110. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം, വായിച്ചിട്ട് നമുക്ക് ഇതിന് ആംഗിൾ എത്ര? ടോട്ടൽ 100 എത്രയാണ്? 110 അല്ലേ. ഇത് എത്ര ആയിരിക്കും ആംഗിള്? ഇത് ഫുള്ളായിട്ട് വരുന്നത് 180 അല്ലേ. അപ്പോൾ എത്രയും 110 വന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ഉള്ള എത്രയായിരിക്കും? 70 അല്ലേ. അപ്പോൾ ഇതിനെ എനിക്ക് 4 cos 70 എന്ന് പറഞ്ഞൂടെ? ഓക്കെ, ദിസ് വിൽ ബി 4 sin 70. ഓൾ റൈറ്റ്. ഇതിന്റെ വാല്യൂസ് നമുക്ക് നോക്കാം. 3 into cos 20 which will be ഇത് എത്ര അറിയോ? 1.224. അടുത്തത് 3 sin 20 നോക്കാം. 3 into sin 20 2.738. അടുത്തത് ബി ബാറിന്റെ കോമ്പണൻസ് നോക്കാം. 4 into cos 70 എത്ര അറിയോ? കംസ് ഔട്ട് ടു ബി 2.533. ആൻഡ് ബി ബാറിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് എത്രയായിരിക്കും? 4 into sin 70 ഈക്വൽ ടു 3.09. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ എന്താ കിട്ടുന്നത്? എക്സ് കോമ്പണൻസ് നോക്കാം. എന്തൊക്കെ ഫൈനൽ എക്സ് കോമ്പണന്റ് അത് ഞാൻ റെഡിൽ വരയ്ക്കുന്നുണ്ട്. ഫൈനൽ എക്സ് കോമ്പണന്റ് എന്തൊക്കെ കിട്ടിയത്? എ ബാറിന്റെ എക്സ് കോമ്പണന്റ് കിട്ടിയില്ലേ. എത്ര വന്നത് നമുക്ക്? എ ബാറിന്റെ എക്സ് കോമ്പണന്റ് എ എക്സ് ബാർ എത്ര വന്നത്? മാഗ്നിറ്റ്യൂഡ് എത്ര വന്നത്? ഈക്വൽ ടു 1.224. പിന്നെ വേറെ എക്സ് കോമ്പണന്റ് എന്താ? വി ബാറിന്റെ അല്ലേ ഉള്ളത്. അത്ര വന്നത് നമുക്കറിയാം 2.533 ആണ്. അതെന്താണ്? ബി എക്സ് ബാർ അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കഴിഞ്ഞാൽ എന്താ വരിക? ഇടത്തോട്ട് 2.53 ഉണ്ട്, വലത്തോട്ട് 1.22 ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇടത്തോട്ടല്ലേ. അപ്പോൾ റിസൾട്ടന്റിൽ സ്വാഭാവികമായിട്ട് ഇടത്തോട്ടല്ലേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇത് മൈനസ് അല്ലേ, കാരണം ഇടത്തോട്ടായതുകൊണ്ട് മൈനസ് അല്ലേ വരിക. മൈനസ് 2.533 പ്ലസ് 1.224. അതായത് ഇടത്തോട്ടേക്ക് എന്ത് വരും? ഫൈനൽ ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഫൈനൽ കിട്ടുന്ന എന്താണോ അത് ഞാൻ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഫൈനൽ വരുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക്
എത്ര വരും? ഫൈനലിൽ നമുക്ക് ആർ ബാർ എന്ന് പേരിടാം. ഓക്കെ, അപ്പൊ ആർ എക്സ് ബാർ എത്ര വരുന്നത്? മൈനസ് 1.309. ലെഫ്റ്റിലോട്ടായതുകൊണ്ടാണ് മൈനസ് ഉള്ളത്. അപ്പൊ ബി എക്സിനൊക്കെ ശരിക്കും മൈനസ് കൊടുക്കണം നമ്മൾ കേട്ടോ. ഓക്കെ, ഇനി എന്താണ് വൈ കോമ്പണന്റ് എന്തൊക്കെയാ ഉള്ളത്? എ ബാറിന്റെ വൈ കോമ്പണന്റ് എത്ര വരും? നമുക്കറിയാം 2.738, അതാണ് എ വൈ ബാർ. പിന്നെ ബി വൈ ബാർ ഇല്ലേ? ബി വൈ ബാർ എത്ര ഉള്ളത്? നമുക്കറിയാം 3.09 ആണ് ബി വൈ ബാർ. ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? രണ്ട് മേലോട്ടേക്കല്ല, അപ്പൊ രണ്ട് ആഡ് ആവല്ലേ ചെയ്യുക. അപ്പോ 3.09 പ്ലസ് 2.738 comes out to be ഫൈനൽ എത്ര വരാ? 5.83 5.828 വരും. ഇതാണ് എന്ത്? ആർ വൈ ബാർ. അപ്പോ ഇതാണ് നമ്മുടെ ഫൈനൽ വെക്ടർ കേട്ടോ. ഫൈനൽ വെക്ടറിന്റെ കോമ്പോണൻസ് ഇതാണ്. അപ്പോൾ ഫൈനൽ വെക്ടർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? റിസൾട്ടിന് എങ്ങനെ വരിക? രണ്ട് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു വെക്ടറിന്റെ ടെയിലിൽ മറ്റേ കൊണ്ട് വെച്ചാൽ പോരെ. ഇതാണ് ആർ വൈ ബാർ. റിസൾട്ട് എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? എക്സ് കോമ്പോണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 1.309 ആണ്. അതിന്റെ വൈ കോമ്പോണന്റിന്റെ മാഗ്നിറ്റ്യൂഡ് 5.828 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും വരിക? റൂട്ട് ഓഫ് 1.309 സ്ക്വയർ പ്ലസ് 5.828 സ്ക്വയർഡ് 5.97 വരും. അപ്പോൾ ഇത് റിസൾട്ടന്റ് എന്തായിരിക്കും? 5.97 മാഗ്നിറ്റ്യൂഡ് വരുന്ന ഒരു വെക്ടർ ആണ്. അതും പോയിന്റിങ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഫസ്റ്റ് വരച്ചപ്പോൾ എന്താണ് റൈറ്റിലേക്ക് റിസൾട്ടിന് കിട്ടിയതെന്ന് അല്ലേ? ഞാൻ വരച്ച സ്കെയിൽ തെറ്റിപ്പോയിട്ടാണ്. ഓക്കെ, അപ്പൊ ബി ബാർ കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം. ബി ബാർ ശരിക്കും ഏകദേശം ഇങ്ങോട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ റിസൾട്ടന്റ് ഇങ്ങനെ വരില്ലേ? ഓക്കെ, അപ്പൊ അതാണ് തെറ്റിപ്പോയത്. കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇത് ഫസ്റ്റ് വരച്ച എന്താണ്? ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വരച്ചാണ്. ഇപ്പൊ ലാസ്റ്റ് എന്താണ്? നമുക്ക് ഇതാണ് കിട്ടുക. ഇതാണ് നമ്മുടെ റിസൾട്ടന്റ്.